രണ്ട് A4 ഷീറ്റും ഇതുപോലൊരു ഗോൾഡൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തിരുവുടയാട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റിൻ്റെ ഈ രണ്ട് ഭാഗം ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ തവണയും ഞാൻ ചെറിയ സെറ്റ് മുണ്ട് വാങ്ങി അതൊന്ന് മടക്കിയിട്ടാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. ഇനി ഈ ഗോൾഡൻ പേപ്പർ ഇതുപോലെ വെട്ടിയെടുക്കാനായിട്ട് സ്കെയിലിൽ ഇതേ അളവിലാണ് ഞാൻ വരച്ച് വെട്ടിയെടുത്തത്. ഒട്ടിച്ചെടുത്ത രണ്ട് A4 ഷീറ്റുകളുടെ ആകെ നീളം വേണം ഈ പേപ്പറുകളും നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയ അളവാണ് വേണ്ടത്. അപ്പോൾ സ്കെയിലിൽ ഇതേ അളവിലാണ് ഞാൻ വരച്ചിട്ട് വെട്ടിയെടുത്തത്. എല്ലാ തവണയും കണി വയ്ക്കുന്ന നേരത്താണ് ഞാൻ ആ സെറ്റ് മുണ്ടൊക്കെ മടക്കി ഈ തിരയുടയാട ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ ഞാൻ നേരത്തെ പേപ്പറൊക്കെ വാങ്ങി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞത് ആ വെട്ടിയെടുത്ത രണ്ട് ഗോൾഡൻ പേപ്പറും നമ്മൾ ഈ A4 ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി പശ തേച്ചത് ഇതുപോലെ ഒരറ്റത്ത് കൂടി ഇങ്ങനെ ചെരിയാതെ ചുളിയാതെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ കൊടുക്കണം. ആ വലിയ വീതിയുള്ള ഭാഗം A4 ഷീറ്റിൻ്റെ ആ അറ്റത്ത് കൂടി ഒട്ടിച്ച് കൊടുക്കണം. അതിൽ കുറച്ച് നീക്കിയിട്ട് വേണം അടുത്ത ചെറിയതായി കട്ട് ചെയ്ത പേപ്പർ ഒട്ടിച്ച് കൊടുക്കാൻ. ഇനി അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒട്ടിച്ചതെല്ലാം നന്നായി ഒട്ടിയതിന് ശേഷം മാത്രം ഇങ്ങനെ മടക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം ഉലിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. ആ മടക്കിയെടുത്ത അതേ രീതിയിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നന്നായി മടക്കി കൊടുക്കുക. ആ പേപ്പറിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഓരോന്നോരോന്നായി മടക്കി മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മടക്കി കൊടുക്കുക. അളവൊന്നും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ചായ ഭംഗിയിൽ കിട്ടില്ല. എല്ലാം ഒരേ അളവിൽ വേണം പതുക്കെ പതുക്കെ മടക്കിയെടുക്കാൻ. ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് നിവർത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് മുണ്ടിലും ചെയ്തെടുക്കാം. ഇത് നമ്മൾ പശ തേച്ചതിന് പകരം നമ്മൾ തയ്ച്ചെടുക്കണം എന്നുള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്പും ഇതുപോലെ തന്നെയാണ്. മടക്കി മടക്കി നമ്മൾ അവസാനം എത്തി. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ പതുക്കെ വേണം അതുകൂടി ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് നിവർത്തി നോക്കുക. നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് മടക്കി ഒട്ടിക്കാനുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഫെവിക്കോളും തേച്ച് ഒന്ന് നന്നായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഗോൾഡൻ പേപ്പർ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് ഇവിടെയും പശ തേച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടിഭാഗം ഇതുപോലെ മടക്കിയാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഒന്നുകൂടെ ഒന്ന് നീർത്ത് നോക്കിയേ, ശരിയായല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഇത് കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് നമ്മുടെ വകയാണ് തിരയുടയാട. എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.